നോർത്ത് ഇന്ത്യൻസിന് മാത്രമല്ല സൗത്ത് ഇന്ത്യൻസിനും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു കോമ്പിനേഷനാണ് ചന ബട്ടൂര. വെള്ളക്കടല കൊണ്ടുണ്ടാക്കുന്ന ഈ ചന മസാല കുട്ടികൾക്ക് പോലും വളരെ ഇഷ്ടപ്പെടും. ഇത് ചൂടാറിയാലും ഒട്ടും ഹാർഡായി പോവില്ല. അതിനുള്ള ചില പൊടിക്കൈകളൊക്കെ ഈ റെസിപ്പിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും അറിയിക്കൂ. ബട്ടൂരയുടെ മാവ് ഒരു 2 മണിക്കൂർ മുമ്പ് കുഴച്ച് വയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് അതാദ്യം ചെയ്യാം. 2.5 കപ്പ് മൈദയാണ് ഞാൻ ബട്ടൂരയ്ക്ക് വേണ്ടി എടുക്കുന്നത്. ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ചേർക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. 3 ടീസ്പൂൺ വരെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി മുട്ട ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ തൈര് കുറച്ച് കൂടുതൽ ചേർത്താൽ മതി. ഞാനിതിപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മുട്ട ചേർക്കണ്ടെങ്കിൽ അതിന് പകരം 4 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക. അപ്പോഴും സ്വാദിന് ഒരു കുറവും വരില്ല. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. മൈദയായതുകൊണ്ട് തണുത്താൽ ഹാർഡ് ആവാൻ സാധ്യതയുണ്ട്. അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കുഴച്ചെടുക്കുക. സാധാരണ നമ്മൾ പൂരിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പാകത്തിന് കുഴച്ചാൽ മതി. ഞാനൊരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യം പോലെ ഒഴിച്ചു കൊടുത്ത് കുറേശ്ശെ നനച്ച് കുഴയ്ക്കുക. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ വെള്ളം കൂടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഡിന്നറിനൊക്കെ ഇതൊരു നല്ല റെസിപ്പി ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റിനും നല്ലത് തന്നെയാണ്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിന് അത്രയും സമയം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അതുകൊണ്ട് കുഴച്ചു വരുമ്പോഴേക്കും കൈ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരല്പം എണ്ണ കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ച മാവ് ഒരു 2 മണിക്കൂർ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അല്പം എണ്ണ മുകളിലൊക്കെ ഒന്ന് തടവി കൊടുത്താൽ ഡ്രൈ ആവാതെ ഇരിക്കും. എന്നിട്ട് നല്ലപോലെ അടച്ചു വെച്ചാൽ മതി. അടപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ ടവൽ കൊണ്ടോ ഒന്ന് അടച്ചു വെക്കുക. മാവിന് ഒരല്പം വെള്ളം കൂടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഇതൊരു ചപ്പാത്തിയുടെ പാകത്തിന് ആയിട്ടുണ്ട്. അതിന് കുഴപ്പമില്ല. 2 മണിക്കൂറിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അല്പം കൂടി പൊടി കൂട്ടി കുഴയ്ക്കാം. ഇപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. അടച്ചു വയ്ക്കാം. 1 കപ്പ് വെള്ളക്കടല ഞാൻ 5 മണിക്കൂറായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അതിപ്പോൾ നല്ലപോലെ കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിൽ അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കറാവുമ്പോൾ അതിൽ കറ പിടിക്കാൻ സാധ്യതയുണ്ട്. ആ കറ പോകാനായിട്ട് 2 കഷ്ണം നാരങ്ങ ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഉപയോഗിച്ച നാരങ്ങയുടെ തൊലിയായാലും മതി. കടല ഇറക്കി വയ്ക്കാം. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ചില കടല വേവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വേവിച്ച ശേഷം ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇത് എരിവുള്ള മുളക് പൊടി തന്നെയാണ്. ഒരു മസാല മണമൊക്കെ കിട്ടാനായിട്ട് 1 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വേവിച്ച ശേഷം ഇതിൽ നിന്ന് എടുത്ത് മാറ്റുകയും ചെയ്യാം. നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ച് വേവിക്കാം. ഒരു 4 വിസിൽ വരെയൊക്കെ വെക്കേണ്ടി വരും. ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ പ്യൂരി റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനൊരു 5 തക്കാളി വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. ഇത് വെന്ത് കഴിയുമ്പോൾ തൊലിയൊക്കെ ഇളകി വരും. അപ്പോൾ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുക. എന്നിട്ട് തൊലി കളഞ്ഞത് അരച്ചെടുക്കാനുള്ളതാണ്. ഇതൊരടുപ്പിലിരുന്ന് വേവട്ടെ. വലിയ തക്കാളി ആണെങ്കിൽ ഒരു 3-4 ധാരാളം മതിയാവും. നമ്മുടെ കടല വെന്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ, കുക്കറിൻ്റെ വ്യത്യാസം കണ്ടോ? അതിലെ കറയെല്ലാം കംപ്ലീറ്റ് പോയി. ഞാൻ ആ വെള്ളം കളഞ്ഞ് കാണിച്ചു തരാം. വളരെ എളുപ്പത്തിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ടും കൂടാതെ തന്നെ കുക്കർ ക്ലീനായി കിട്ടിയല്ലോ. വെറുതെ 2 കഷ്ണം നാരങ്ങ ഇട്ടതാണ്. അറിയാത്തവർ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. ഈ ബേ ലീഫ് എടുത്ത് മാറ്റുന്നുണ്ട്. അതിൻ്റെ ആ സ്മെല്ലൊക്കെ നമ്മുടെ കടലയ്ക്ക് കിട്ടിക്കഴിഞ്ഞു. കടലയും നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല ചൂടാണ്. കണ്ടോ, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുക്കാം.
ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇവിടെ വയ്ക്കാം. അപ്പോൾ കടലയിലേക്ക് ഉപ്പൊക്കെ പിടിച്ചിരുന്നോളും. ഇനി നമ്മുടെ ചനാ മസാലയ്ക്കുള്ള ഗ്രേവി റെഡിയാക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഇതിനൊക്കെ നെയ്യാണ് ടേസ്റ്റ്. 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഈ ജീരകം ഒന്ന് വറുത്ത് പൊട്ടി വരട്ടെ. അപ്പോഴേ ആ നോർത്ത് ഇന്ത്യൻ കറികളുടെ മണമൊക്കെ കിട്ടും. ജീരകമൊക്കെ നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വാടി തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് ഒരുമിച്ച് ചേർത്താലും മതി. ഇതുകൂടി ഈ സവാളയുടെ കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. എല്ലാത്തിൻ്റെയും പച്ച മണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഒരുവിധം ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു 4 പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇത്രയും വേണ്ടെങ്കിൽ കുറയ്ക്കാം. അതൊക്കെ അവരവരുടെ എരിവിൻ്റെ ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. തക്കാളി ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല പോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുത്ത് കൊണ്ടുവരാം. അരച്ച് നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരയാതെ കിടക്കുന്ന ചെറിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് മാറ്റുന്നതാണ് നല്ലത്. ഇനി തക്കാളി നല്ലപോലെ ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സായി വരട്ടെ. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പല സ്റ്റേജസിലായിട്ട് ചേർക്കുന്നതുകൊണ്ട് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും. ഇനി 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർക്കാം. പിന്നെ വേണ്ടത് ആംചൂറാണ്, അല്ലെങ്കിൽ ഡ്രൈ മാംഗോയുടെ പൊടി. ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. കിട്ടുമെങ്കിൽ ഇത് ചേർക്കുക. കാരണം ഇതിനൊരു പ്രത്യേക സ്വാദാണ്. ഒരു ചെറിയ പുളിരസമൊക്കെ ഉണ്ട്. നോർത്ത് ഇന്ത്യൻ കറികളുടെ ആ ഒരു തനതായ സ്വാദ് കിട്ടാൻ ഇത് വളരെ നല്ലതാണ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കസൂരി മേത്തി കൂടി ചേർക്കാനുണ്ട്. അതായത് ഉലുവയില ഉണക്കി പൊടിച്ചത്. അതുകൂടി ചേർക്കാം. കസൂരി മേത്തിയുടെ ഇല ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അത് ഓഫ് ചെയ്യാം. അതിൻ്റെ മുകളിൽ ഈ കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ആറിയ ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. വളരെ കുറച്ച് ക്വാണ്ടിറ്റി പൊടിക്കുന്നതുകൊണ്ട് ഇത് മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഈ കസൂരി മേത്തിയും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പക്ഷേ കൂടിപ്പോയാൽ ഒരു കയ്പ്പ് രസം വരികയും ചെയ്യും. ഉലുവയാണല്ലോ. ഇപ്പം നമ്മുടെ പൊടികളെല്ലാം ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ കടല വേവിച്ച ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മസാലയെല്ലാം ഈ വെള്ളത്തിൽ കിടന്ന് ഒന്ന് മിക്സായി വരട്ടെ. അതിനുശേഷം നമുക്ക് കടല ചേർത്ത് കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി ഞാൻ കടല കൂടി ചേർക്കുകയാണ്. എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നോക്കുക. ഉപ്പോ മുളകോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ സാധാരണ വെള്ളം ഒഴിക്കുന്നതിന് പകരം അല്പം തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് ഗ്രേവിയാക്കി എടുക്കുക. വളരെ ഈസി ആയിട്ട് നമ്മുടെ ചന മസാല റെഡിയായി വരുന്നു. ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടെ തൂകിയാൽ കറി റെഡി. ഈ കറിക്ക് ഒരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒതൻറ്റിക് പഞ്ചാബി സ്റ്റൈലിൽ ചെയ്യുമ്പോൾ കടല വേവിക്കുന്ന സമയത്ത് 2 ടീ ബാഗ് കൂടി ഇട്ട് കൊടുക്കും. വേവിച്ച ശേഷം അതെടുത്ത് മാറ്റുകയും ചെയ്യും. അപ്പോഴാണ് ഒരു ഡാർക്ക് ബ്രൗൺ കളർ വരുന്നത്. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് ചെറിയ തീയിലൊന്ന് വെച്ചേക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ. നമ്മുടെ ചന മസാല റെഡി. ഇനി ഭട്ടൂരയുടെ ബാക്കി പരിപാടി കണ്ടോ. നേരത്തെ സംശയിച്ച പോലെ തന്നെ വെള്ളം ഒരല്പം കൂടുതലാണ്. കുഴപ്പമില്ല. ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടി കുഴയ്ക്കുകയാണ്. മൈദ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് 2 നുള്ളി ഉപ്പ് കൂടി ചേർക്കുക. നല്ലപോലെ കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ചപ്പാത്തി പലകയിൽ പരത്തിയെടുക്കാം. അല്ലെങ്കിൽ ഒരു പൂരി പ്രസ്സിൽ ചെയ്യാം. ഞാനെപ്പോഴും പൂരി പ്രസ്സാണ് ഉപയോഗിക്കാറ്. ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്.
ഇതിനൊക്കെ വെളിച്ചെണ്ണയല്ല ഓയിൽ തന്നെ ഉപയോഗിക്കുക. കണ്ടോ, ഇപ്പോൾ മാവിൻ്റെ ടെക്സ്ചർ വളരെ കറക്റ്റായിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ആദ്യം നമുക്കിത് പാകത്തിനുള്ള ബോൾസാക്കി ഉരുട്ടി വയ്ക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഭട്ടൂര സാധാരണ പൂരിയേക്കാൾ ഒരല്പം വലിയ സൈസിലാണ് ചെയ്യാറ്. ഞാനിപ്പോൾ പക്ഷേ പൂരി പ്രസ്സിലായതുകൊണ്ട് ആ സാധാരണ പൂരിയുടെ വലുപ്പത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. പൂരി പ്രസ്സിൽ ഒരല്പം എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പരത്തിയെടുക്കാം. എന്നിട്ട് നേരെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കനം കൂടുകയോ ഒരുപാട് കനം കുറയുകയോ ചെയ്യരുത്. അപ്പോഴേ നല്ല കറക്റ്റായിട്ട് പൊങ്ങി വരും. നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം പൊങ്ങി വരും. ആ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. റവ ചേർത്തിരിക്കുന്നത് കൊണ്ട് എണ്ണ കുടിക്കുമെന്ന പേടിയും വേണ്ട. തണുത്താലും ഒട്ടും ഹാർഡാവുകയുമില്ല. അങ്ങനെ രണ്ടുണ്ട് കാര്യം. ആദ്യത്തെ ഭട്ടൂര റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും ഇത്. ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വയ്ക്കുക. അപ്പോഴേ ഒരു മൊരിഞ്ഞ ടെക്സ്ചർ കിട്ടും. നമ്മൾ മുട്ട കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കളറിൽ വരുന്നത്. അപ്പോൾ ഇനി കഴിച്ചു തുടങ്ങാം അല്ലേ? നമ്മുടെ ചന ബട്ടൂര കോമ്പിനേഷൻ ആസ്വദിച്ച് കഴിക്കാം. നിങ്ങൾക്കും ഈ റെസിപ്പി ആസ്വദിക്കാം. ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.